Golden Gate by Alistair MacLean. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ സൗത്ത് എൻട്രൻസിന് ഏതാനും കിലോമീറ്റർ അകലെയുള്ള ഒരു ഹോസ്പിറ്റൽ, അതിൻ്റെ സൂപ്രണ്ടിൻ്റെ റൂമിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ കണ്ട അധികാര സ്ഥാനങ്ങളിലെ ആൾക്കാരെല്ലാം ഉണ്ട്. 2 കമ്മീഷണേഴ്സ്, FBI ചീഫ്, മിലിറ്ററി ഡെപ്യൂട്ടി ചീഫ്, നേവി ചീഫ്, വാഷിങ്ടൺ പോലീസ് ചീഫ്, US വൈസ് പ്രസിഡന്റ് റിച്ചർഡ് അവിടെ എത്തിയിട്ടുണ്ട്. ഇത്തരം അധികാര സ്ഥാനങ്ങളൊന്നും ഇല്ലാത്ത 2 ആൾക്കാരും അതിൻ്റെ അകത്തുണ്ട്. ഡോക്ടർ ഓഹെയറും ജേർണലിസ്റ്റ് ഏപ്രിൽ വെനസ്ഡേ. അവരവിടെ ഒരു TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. TV-യിലെ പ്രോഗ്രാം മറ്റൊന്നുമല്ല, അന്ന് ഉച്ചയ്ക്ക് ബ്രാൻസൺ ലൈവായി ലോകം മുഴുവൻ കാണിച്ച ആ ഒരു പെർഫോമൻസ്, സൗത്ത് ടവറിൽ ബോംബ് ഇംപ്ലാന്റ് ചെയ്യുന്ന സീന്. ആ ഒരു പ്രോഗ്രാം മുഴുവൻ കണ്ട് TV ഓഫ് ചെയ്തതിന് ശേഷം വൈസ് പ്രസിഡന്റ് വളരെ നിരാശാജനകമായ രീതിയിൽ പറഞ്ഞു, വല്ലാത്തൊരവസ്ഥ തന്നെ, ഇയാൾ ശരിക്കും പ്ലാൻ ചെയ്താണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്, നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഒരു കാര്യം ഇയാളെക്കുറിച്ച് ബ്രാൻസൺ നേരത്തെ പറഞ്ഞിരുന്നു, പ്രസിഡന്റ് മരിച്ചാൽ അത്രയും സന്തോഷം, എനിക്ക് അധികാരം കിട്ടുമല്ലോ എന്നാണ് വിചാരം എന്ന് പറഞ്ഞിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇപ്പോഴേ ഏകദേശം പ്രസിഡന്റായി എന്നാണ് ഭാവം. നമ്മുടെ FBI ചീഫ് ഹാഗൻബാക്കിനോട് ചോദിച്ചു, എന്തായി നിങ്ങളുടെ ഏജന്റിന്റെ മെസ്സേജ്? സാർ, അത് ഡീകോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡീകോഡിങ് കുറേ നേരമായില്ലേ തുടങ്ങിയിട്ട്? അത് ഈ അധികാരം ചിലർക്ക് അങ്ങോട്ട് തലയ്ക്ക് പിടിക്കുമ്പോഴൊരു സ്വഭാവം. അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഭയങ്കര അഭിപ്രായമൊക്കെ പറഞ്ഞു തുടങ്ങി. പണി അറിയില്ല, എന്താണ് ഡീകോഡിങ് എന്നറിയില്ല, അത് എങ്ങനെ ചെയ്യണമെന്നറിയില്ല, എത്ര സമയം വേണമെന്നറിയില്ല. എന്നാലും ഇതൊക്കെ ഇത്രയുള്ള എത്ര നേരം എന്നുള്ള ഭാവത്തിലൊക്കെ അഭിപ്രായമൊക്കെ പറയും. അത്തരം വേറെ ചില ആൾക്കാരെ കുറിച്ച് എനിക്ക് ഇനിയൊരു അവസരത്തിൽ പറയാനുണ്ട്, എൻ്റെ അനുഭവങ്ങൾ. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജേക്കബ്സ് എന്ന ഒരു വ്യക്തി അവിടെ വന്നു, ഹാഗൻബാക്കിൻ്റെ അടുത്ത് ഒരു പേപ്പർ ഏൽപ്പിച്ചിട്ട് പോയി. അത് ആ റഫ്സൻ്റെ മെസ്സേജ് ഡീകോഡ് ചെയ്ത് എഴുതി കൊടുത്തിരിക്കുകയാണ്. ഹാഗൻബാക്ക് അതെടുത്ത് ഉറക്കെ വായിക്കാൻ തുടങ്ങി. ഇത്രയും നേരം ഞാൻ മനസ്സിലാക്കിയതിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യമായിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഉടനെ നമ്മുടെ നേവി ചീഫ് ന്യൂസൻ ചോദിച്ചു, ഇങ്ങനെയാണോ നിങ്ങളുടെ ഒരു സബോർഡിനേറ്റ് നിങ്ങൾക്കൊരു ലെറ്റർ എഴുതുന്നത്? ഒരു ഫോമൽ അഡ്രസ്സൊന്നും ഇല്ലേ? സാറിനോ റെസ്പെക്റ്റഡ് സാറിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷിക്കുകയാണ്. ഹാഗൻബാക്ക് പറഞ്ഞു, അങ്ങനെയാണ് എല്ലാവരും, പക്ഷെ റഫ്സൻ അങ്ങനെയല്ല. റഫ്സൻ പറയാനുള്ളത് മാത്രമേ പറയുള്ളൂ, അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതുള്ളൂ. വെറുതെ അങ്ങനെ നമ്മളെ ഒന്ന് സൂചിപ്പിക്കുന്ന പരിപാടി റഫ്സൻ ഇല്ല. 400 മീറ്റർ നീളമുള്ള 2 നൈസ് ചരടുകൾ എനിക്ക് വേണം. ഒന്ന് പച്ച, ഒന്ന് നീല. പിന്നെ വാട്ടർ പ്രൂഫ് സിലിണ്ടേഴ്സ് വേണം. പിന്നെ 2 പെന്ന് വേണം, ഒരു വൈറ്റും ഒരു റെഡും. പിന്നെ ഒരു സ്പ്രേയും. ഇതൊന്നും കൂടാതെ ഒരു ക്യാപ്പ് എയർ പിസ്റ്റളും. മിലിറ്ററി ഡെപ്യൂട്ടി ചീഫ് കാർട്ടർ ചോദിച്ചു, എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹാഗൻബാക്ക് പറഞ്ഞു, ചരട് എല്ലാവർക്കും മനസ്സിലായല്ലോ. പിന്നെ സിലിണ്ടർ, അത് നമ്മൾ രാവിലെ കണ്ടല്ലോ, റഫ്സൻ ഒരു മെസ്സേജ് കൊടുത്തയച്ച സിലിണ്ടർ. അത്തരം സിലിണ്ടേഴ്സ് 4 എണ്ണമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. സ്പ്രേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ബ്രാൻസൺ അവിടെ എല്ലാവരെയും ബോധം കെടുത്തിയ സ്പ്രേ, അത്തരം ഒരു സ്പ്രേ ബോട്ടിൽ വേണമെന്നാണ് റഫ്സൻ ഉദ്ദേശിക്കുന്നത്. പെന്നെന്ന് പറഞ്ഞാൽ അത് സാധാരണ നമ്മൾ എഴുതുന്ന പെന്ന് പോലെ ഇരിക്കും. നമ്മൾ ഈ മറ്റേ ബോൾ പോയിന്റ് പെന്നുണ്ടല്ലോ, അങ്ങനെ ഞെക്കി അതിൻ്റെ ടിപ്പ് പുറത്ത് വന്ന് എഴുതുന്ന ടൈപ്പ്, ആ ടൈപ്പ് പെന്ന്. ഞെക്കുമ്പോൾ വന്ന് പുറത്ത് വരുന്നത് ചില സൂചികളായിരിക്കും. അതിൻ്റെ അറ്റത്ത് ഒരു പ്രത്യേക കോമ്പൗണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാർ ബോധം കെട്ട് വീഴും. വീണ്ടും കാർട്ടർ ചോദിക്കുകയാണ്, അപ്പോൾ ഈ റെഡും വൈറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? വൈറ്റ് ഒരു താൽക്കാലിക ബോധം കെട്ടലായിരിക്കും, പക്ഷെ റെഡ് പെർമനൻ്റ് ആയിട്ടുള്ള ബോധം കെട്ടലായിരിക്കും. പെർമനൻ്റ് ആയിട്ടുള്ള ബോധം കെട്ടലോ, അതായത് ആള് പിന്നെ അയാൾ അബോധാവസ്ഥയിൽ നിന്ന് ഉണരില്ല, മരിച്ചു പോകും. വളരെ ഡെഡ്ലി വെപ്പണാണ് റെഡ് പെൻ എന്ന് പറയുന്നത്.
പിന്നെ എന്താണ് നിങ്ങളുടെ ഒരു ക്യാപ്പ് എയർ പിസ്റ്റൾ? അതൊന്നുമില്ല, അതിന് വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേക സൈലൻസറൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള ഒരു പിസ്റ്റളാണ്. പക്ഷെ അതിന് ഷൂട്ട് ചെയ്യുമ്പോൾ വരുന്നത് സൈനൈഡ് കോട്ട് ചെയ്തിട്ടുള്ള നീഡിൽസ് ആയിരിക്കും. അത് തട്ടുന്ന വഴിക്ക് ആൾ മരിച്ചു. ഇതെല്ലാം കേട്ട് എങ്ങനെ ഞെട്ടിത്തെറിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഏപ്രിൽ വെനസ്ഡേ. പൊതുവേ നല്ല വലിയ കണ്ണുള്ള ഒരു സ്ത്രീയാണ്. അവരുടെ കണ്ണൊക്കെ ഇങ്ങനെ തുറിച്ച് ഇപ്പോൾ പുറത്തിയാടുമോ എന്ന് സംശയം തോന്നും. ആ ലെവലിലാണ് അവരിയ്ക്കുന്നത്. ഡോക്ടറെയും ഏപ്രിൽ വെനസ്ഡേയും നോക്കിക്കൊണ്ട് ഹാഗൻബാക്ക് ചോദിച്ചു, ഈ രഹസ്യങ്ങളൊന്നും നിങ്ങൾ മറ്റൊരാളോട് വെളിപ്പെടുത്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ പറഞ്ഞു, എൻ്റെ ഇന്ന് ഒരു കാരണവശാലും ഇതൊന്നും പുറത്തു പോവില്ല. ഇതൊക്കെ നമ്മുടെ ഈ 4 ചുമരിൻ്റെ ഉള്ളിൽ. അദ്ദേഹം വീണ്ടും ഏപ്രിൽ വെനസ്ഡേ നോക്കി. അവർ പറഞ്ഞു, എന്നെ ആരെങ്കിലും ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ ഒന്നും പറയില്ല. ആയുധം കണ്ടാൽ മതി, ഞാൻ പേടിച്ചെല്ലാം പറഞ്ഞു പോകും. അപ്പോൾ ഹാഗൻബാക്ക് ചോദിച്ചു, എങ്ങനെ ഈ റൊബ്സൺ സ്ത്രീകളെയൊക്കെ എങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ആളാണോ? ഡോക്ടർ പറഞ്ഞു, ആ ഒരു കാര്യത്തിൽ അയാളൊരു പെർഫെക്റ്റ് ജെന്റിൽമാനാണ്. സ്ത്രീകളെ അനാവശ്യമായിട്ടൊന്നും ചെയ്യില്ല. അനാവശ്യത്തിന് പോയിട്ട് ആവശ്യത്തിന് പോലും തൊടുവില്ല. ഞാനിന്ന് ഉച്ചയ്ക്ക് അയാളുടെ അടുത്ത് അവളുടെ പൾസ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട്, അയ്യോ തൊടാൻ എന്തൊരു വിഷമമായിരുന്നെന്നറിയോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ പേടിക്കണ്ട. ഇനി ഞാൻ മറ്റു ചില കാര്യങ്ങൾ അറിയിക്കുകയാണ്. ബ്രാൻസൺ, പ്ലാനിങ്, ഓർഗനൈസേഷൻ ആൻഡ് എക്സിക്യൂഷൻ, ഈ 3 കാര്യങ്ങളിലും ബ്രാൻസൺ പെർഫെക്റ്റാണ്. ശരിക്കും ഒരു യുദ്ധസമയത്ത് മിലിറ്ററി ചീഫാക്കാവുന്ന ഒരാളാണ് ശരിക്കും ബ്രാൻസൺ. എന്നും വെച്ചാൽ അയാൾ പെർഫെക്റ്റ് അല്ല. അയാൾക്കുള്ള വീക്ക് പോയിന്റ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം പബ്ലിസിറ്റി, അത് അയാൾക്ക് വലിയൊരു വീക്ക്നെസ്സാണ്. അതുകൊണ്ടാണല്ലോ ഈ ജേർണലിസ്റ്റുകളെ മുഴുവൻ അവിടെ നിൽക്കാൻ അനുവദിച്ചിരിക്കുന്നതും അയാളുടെ പെർഫോമൻസുകൾ മുഴുവൻ ലൈവായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതും. അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ ജേർണലിസ്റ്റുകളെ മുഴുവൻ എപ്പോഴേ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാന്. രണ്ടാമത്തെ കാര്യം, അയാൾക്കൊരു ചിന്തയുണ്ട്, അയാളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ചിന്ത വന്നാൽ കഴിഞ്ഞു. നമ്മളെക്കാൾ മിടുക്കൻ ആരുമില്ല എന്നുള്ളൊരു ചിന്ത വന്നാൽ പിന്നെ അയാളെ തോൽപ്പിക്കാൻ എളുപ്പമാണ്. മൂന്നാമത്തെ കാര്യം, സെക്യൂരിറ്റിയെക്കുറിച്ച് അത്ര ബോധവാനല്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇന്നിവിടെ നിന്ന് ഡോക്ടറും ഏപ്രിൽ വെനസ്ഡേയും പോകുമ്പോൾ ആ ആംബുലൻസ് മുഴുവൻ പരിശോധിച്ച് എന്തെങ്കിലും സംശയം തോന്നുന്ന സാധനങ്ങൾ മുഴുവൻ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവരെ പറഞ്ഞയക്കുള്ളായിരുന്നു. പക്ഷേ അയാൾ ആദ്യം ഒന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചെങ്കിലും പിന്നീട് അവരെ ഫ്രീ ആയിട്ട് പോകാൻ അനുവദിച്ചു. അതായത് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ അയാൾ അത്ര അവെയറല്ല. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, പറഞ്ഞ രീതിയിലുള്ള സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടിയാൽ പോലും എനിക്ക് ചുറ്റും മെഷീൻ ഗണ്ണുമായി നിൽക്കുന്ന 17 ആൾക്കാരുണ്ട്. പക്ഷേ അതിൽ ലേശം ബുദ്ധിയുള്ള 2 പേരേ ഉള്ളൂ, ബ്രാൻസനും വാനിഫാനും. അവരെ കൊന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പിന്നെ എളുപ്പമാണ്. പെട്ടെന്ന് നമ്മുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞു, ഇയാൾ ശരിക്കൊരു ചെകുത്താനെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. ഹാഗൻബാക്ക് പറഞ്ഞു, യാഥാർത്ഥ്യബോധമുള്ള ചെകുത്താൻ. ഇയാൾ മുമ്പ് ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? വീണ്ടും ചോദിക്കുകയാണ് വൈസ് പ്രസിഡന്റ്. ഉണ്ട്, സാധാരണ ഇപ്പോൾ പോലീസുകാരും പട്ടാളക്കാരും ഒക്കെ കൊല്ലില്ലേ, അതുപോലെ കൊല്ലും, ശത്രുക്കളെ കൊല്ലും, അതിനൊക്കെ യാതൊരു സംശയമില്ല. ഏകദേശം എത്ര പേരെ കൊന്നു കാണും അതുമാത്രം എനിക്കറിയില്ല. റബ്സന്റെ ഒരു സ്വഭാവം അനുസരിച്ച് അയാൾ ഒരു മിഷൻ ഏൽപ്പിച്ചാൽ അയാൾ ആ മിഷൻ കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് ചെയ്തു എന്ന് റിപ്പോർട്ട് തരും. അത് എങ്ങനെ, എത്ര പേരെ കൊന്നു, ഇതൊന്നും അയാൾ നമ്മളുടെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യില്ല. അതുകൊണ്ട് നമുക്കറിയില്ല. ഇനി എൻ്റെ ചില അഭിപ്രായങ്ങൾ ഞാൻ പറയാം. ഹാഗൻബാക്ക് വീണ്ടും വായിക്കുകയാണ് റബ്സന്റെ ലെറ്റർ. എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് എനിക്കറിയില്ല. അതിന് എക്സ്പെർട്ട് ഒപ്പീനിയൻ തേടണം. ഒന്ന്, ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ കൈവരിയിൽ കൂടെ ഹൈ വോൾട്ടേജ്
ഒരു 2000 വോൾട്ടെങ്കിലും കടത്തിവിടാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പ്ലോസീവ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ബ്രാൻസിൻ്റെ ആൾക്കാരൊക്കെ ഷോക്കടിച്ച് മരിച്ചു. അതെന്താണെന്ന് ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം ഇത് ഇലക്ട്രിസിറ്റി ആരും കാണില്ലല്ലോ. ഒരു 30 സെക്കൻഡിന് ശേഷം അത് ഓഫ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, പ്ലെയിനിൻ്റെ അകത്താണ് ഈ എക്സ്പ്ലോസീവ്സിൻ്റെ റിമോട്ട് ഇരിക്കുന്നത്. അതെടുക്കാൻ ഞാൻ കുറച്ച് ശ്രമിച്ചു നോക്കി, പക്ഷേ ഒരു രക്ഷയില്ല. അതിന് ചുറ്റും എപ്പോഴും മെഷീൻ കൊണ്ടുപോയിട്ട് ആൾക്കാർ നിൽപ്പുണ്ട്. കൂടാതെ അത് ഏറ്റവും ലൈറ്റുള്ളൊരു ഭാഗത്താണ്. ആ റിമോട്ട് സിസ്റ്റം എങ്ങനെയെങ്കിലും ഇനാക്ടിവേറ്റ് ചെയ്യാൻ വഴിയുണ്ടോ? അതെങ്ങനെയെങ്കിലും വർക്ക് ചെയ്യാത്ത രീതിയിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ എക്സ്പ്ലോസീവ്സ് എല്ലാം ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ കൈവരിയിലും അതേപോലെ ടവറിലും എല്ലാം സ്ഥാപിച്ചിരിക്കുന്നത് ക്യാൻവാസ് സ്ട്രാപ്പുകൾ ഉപയോഗിച്ചാണ്. ആ ക്യാൻവാസ് സ്ട്രാപ്പ് ദൂരെ നിന്ന് ലേസർ ബീം ഉപയോഗിച്ച് കത്തിച്ചു കളഞ്ഞാൽ ഈ എക്സ്പ്ലോസീവ്സ് എല്ലാം നേരെ നദിയിലേക്ക് വീഴും. അവിടെ നിന്ന് പിന്നെ അത് എക്സ്പ്ലോഡ് ചെയ്താൽ പോലും വലിയ പ്രശ്നമില്ല. കാരണം വെള്ളത്തിലാണല്ലോ വീഴുന്നത്. കാര്യമായിട്ടൊരു നാശനഷ്ടം ബ്രിഡ്ജിന് സംഭവിക്കില്ല. നേരെ ഉരുട്ടിക്കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജിൻ്റെ താഴെയായിട്ട് ഒരു സബ്മറൈൻ, ഒരു മുങ്ങിക്കപ്പൽ വരണം. അതിൻ്റെ പെരിസ്കോപ്പ് മാത്രം, അതായത് ഈ സബ്മറൈന് പുറത്തോട്ട് കാഴ്ചകൾ കാണാനുള്ളൊരു ഭാഗം ഉണ്ടാവും. അത് മാത്രം അവിടെ ആ ബ്രിഡ്ജിൻ്റെ കൈവരിയിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ കാണുന്ന രീതിയിലായിരിക്കണം. പെട്ടെന്ന് ആർക്കും മനസ്സിലാവരുത്. എന്തെങ്കിലും മെസ്സേജസ് ഇനി അങ്ങോട്ട് അറിയിക്കാനുണ്ടെങ്കിൽ ഞാൻ ആ സബ്മറൈനിലേക്കായിരിക്കും അത് പാസ് ചെയ്യുക. അതിനുള്ള ഒരു സംവിധാനം ചെയ്യണം. ഇനി മറ്റൊരു നിർദ്ദേശമുള്ളത്, വൈകുന്നേരത്തെ ഫുഡ് കൊണ്ടുവരുമ്പോൾ അതിൽ 17 പാഴ്സൽസ് ഡ്രഗ്ഡ് ആയിരിക്കണം. അതിൽ സ്ലോ ആക്ടിങ് മയക്കുമരുന്ന് ചേർത്തിരിക്കണം. അത് കൊടുക്കുന്നവർക്ക് പ്രത്യേകം അറിയാനുള്ള ഒരു സംവിധാനവും വേണം. അല്ലെങ്കിൽ അത് ജേർണലിസ്റ്റുകൾക്ക് കൊടുത്ത പ്രശ്നം, അല്ലെങ്കിൽ പ്രസിഡന്റിന് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു മാർക്കിംഗ്, അതിങ്ങനെ കയ്യിലെടുത്ത് കൊടുക്കുമ്പോൾ അറിയണം ഇത് ഡ്രഗ് ചേർത്തിയതാണെന്ന്. അങ്ങനെ അത് കൃത്യം ബ്രാൻസനും ബ്രാൻസൻ്റെ ആൾക്കാർക്കും കിട്ടിക്കഴിഞ്ഞാൽ കഴിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ അവരെല്ലാം മയങ്ങിപ്പോവും. ആ സമയത്ത് എനിക്കിവിടെ കാര്യങ്ങൾ നടപ്പിലാക്കാം. ഒന്ന് നിർത്തിയിട്ട് ഹാഗൻബാക്ക് നമ്മുടെ ഡോക്ടറെ നോക്കി, എന്നിട്ട് ചോദിച്ചു, ഇങ്ങനെയുള്ള വല്ല ഡ്രഗും ഉണ്ടോ? ഡോക്ടർ പറഞ്ഞുകൊണ്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഡ്രഗ്സ് ആൻഡ് നാർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഡോക്ടർ ഐസക്, അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ നിങ്ങളെല്ലാം സഹായിക്കാൻ പറ്റും. ഇത്രയും വായിച്ചതിന് ശേഷം ഹാഗൻബാക്ക് എണീറ്റു. ഇനിയിപ്പോൾ ഇത് ഓരോരുത്തരായിട്ട് വായിച്ച സമയം കളയണ്ട, ഞാനിതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് എല്ലാവർക്കും തരാം. അദ്ദേഹം പുറത്തിറങ്ങി നേരത്തെ ആ ഡീകോഡഡ് മെസ്സേജുമായിട്ട് വന്ന ജേക്കബ്സിൻ്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, ജേക്കബ്സ്, ഇതിൻ്റെ ഒരു 10 ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുക്കണം. ആ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയിലൊന്നും ഈ അവസാനത്തെ പാരഗ്രാഫ് വരാൻ പാടില്ല, അത് മറച്ചിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് അവിടെ ഇരിക്കുന്നവർക്കെല്ലാം കൊടുക്കുക, ഓഫീസേഴ്സിന്, ഡോക്ടർക്കും ആ ജേർണലിസ്റ്റിനും കൊടുക്കണ്ട, ബാക്കി ഓഫീസേഴ്സിനെല്ലാം കൊടുക്കുക. ഒറിജിനലും 4 കോപ്പിയും എൻ്റെ കയ്യിൽ തരിക. ഹാഗൻബാക്ക് വീണ്ടും അകത്തേക്ക് വന്നു. ആ സമയത്ത് സ്റ്റേറ്റ് സെക്രട്ടറി, ഞാനേ ഒരു അഭിപ്രായം പറയുകയാണ്, ഞാൻ ഈ ഫീൽഡിലുള്ള ആളല്ല, അതുകൊണ്ട് അത് ശരിയല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ എല്ലാവരും സെക്രട്ടറിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. സെക്രട്ടറി പറഞ്ഞു, നമുക്ക് ആ ഹെലികോപ്റ്റർ അങ്ങ് തകർത്ത് കളഞ്ഞാലോ? ഹെലികോപ്റ്റർ തകർക്കുന്നതോടെ ആ റിമോട്ട് എന്താ വരും, അതോടെ പിന്നെ ബ്രാൻസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. മറുപടി പറഞ്ഞത് മിലിറ്ററി ഡെപ്യൂട്ടി ചീഫ് കാർട്ടറാണ്. ഹെലികോപ്റ്റർ തകർക്കാൻ എളുപ്പമാണ്, നമുക്ക് ഒരു എയർഫോഴ്സ് പ്ലെയിനിൽ നിന്ന് ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്താൽ തീരുന്ന കാര്യമുള്ളൂ. ഹെലികോപ്റ്റർ തകരുന്നതോടെ ബാൻസം വിളിക്കും, ഉടനെ ഒരു ക്രെയിൻ ഇങ്ങോട്ട് അയക്കുക, നമ്മൾ ക്രെയിൻ അയച്ചു കൊടുക്കും. അയാൾ ആ 2 ഹെലികോപ്റ്ററും തൂക്കിയെടുത്ത് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിലേക്ക് ഇടും. അടുത്ത മെസ്സേജ് വരും, ഉടനെ എനിക്ക് 12 ഹെലികോപ്റ്ററിങ് തരിക, നമ്മൾ വീണ്ടും ഹെലികോപ്റ്റർ കൊടുക്കും.
മൂന്നാമത്തെ കാര്യം, ഈ ഹെലികോപ്റ്റർ മാത്രമായിട്ട് തകരില്ല, അതിൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്കും അപകടം പറ്റും. അതിൽ ചിലപ്പോൾ പ്രസിഡന്റ് വരെ ഉണ്ടായേക്കാം. അദ്ദേഹം എപ്പോഴും ആ ബസ്സിൻ്റെ അകത്ത് തന്നെ ഇരുന്നോളണമെന്നില്ല. ഇനി ചിലപ്പോൾ 1 മില്ലിമീറ്റർ മാറിയ ഹെലികോപ്റ്റർ ആയിരിക്കില്ല തകരുക, ബസ്സായിരിക്കാം. അങ്ങനെയും സംഭവിക്കാം. ഇനി ഇതെല്ലാം കൃത്യമായിട്ട് സംഭവിച്ചു എന്നിരിക്കട്ടെ, ആ റിമോട്ട് നശിക്കുന്നതിനിടയിൽ ചിലപ്പോൾ ആക്ടിവേറ്റ് ആവാം. അതല്ലെങ്കിൽ ഈ റോക്കറ്റിൻ്റെ എക്സ്പ്ലോഷൻ കൊണ്ടുള്ള റെഫറൻസിൽ തന്നെ ആ എക്സ്പ്ലോസീവ്സും പൊട്ടാം. അങ്ങനെ വരികയാണെങ്കിൽ നമ്മളായിട്ട് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് തകർത്ത പോലെ ആയിപ്പോവും. സെക്രട്ടറി പറഞ്ഞു, ഞാൻ പറഞ്ഞതെല്ലാം പിൻവലിച്ചു. ഏകദേശം 6 മണിയോടെ ആംബുലൻസ് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിലേക്ക് തിരിച്ചെത്തി. ഡോക്ടറും ഏപ്രിൽ വെനസ്ഡേയും അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി. എല്ലാവരും അടുത്ത് വന്നു, അടുത്ത് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു. ഈ സമയത്ത് ബ്രാൻസനും പെട്ടെന്ന് അവിടെ വന്നു. ബ്രാൻസനെ കണ്ടപ്പോൾ എല്ലാവരും ലേശം മാറി വന്നു. ബ്രാൻസൺ ചോദിച്ചു, എങ്ങനെയുണ്ട് കുട്ടി ഇപ്പോൾ? അവൾ പറഞ്ഞു, ഞാൻ ഒരു മണ്ടിയായിപ്പോയി. അവളുടെ ഉടുപ്പിൻ്റെ സ്ലീവ് ഒന്ന് പൊക്കി 2 ഇഞ്ചക്ഷൻ മാർക്ക് കാണിച്ചു. അത് ആക്ച്വലി ആംബുലൻസിൻ്റെ അകത്ത് വെച്ച് ഡോക്ടർ എടുത്തതായിരുന്നു, പൾസ് റേറ്റ് കൂട്ടി കാണിക്കാൻ വേണ്ടി. ഇതാ ഇത് 2 കിട്ടിയപ്പോൾ ഇപ്പോൾ ഒരു സമാധാനമുണ്ട് എന്ന് പറഞ്ഞ് ഒരു ചെറിയ അസുഖമുള്ള രീതിയിൽ തന്നെ നടന്ന് ഒരു സീറ്റിൽ പോയിരുന്നു. വീണ്ടും അവൾക്ക് ചുറ്റും ആൾക്കാർ കൂടി അന്വേഷണമൊക്കെ തുടങ്ങി. ഈ സമയത്ത് ബ്രാൻസൺ ഡോക്ടറെ അടുത്ത് ചോദിച്ചു, അവളുടെ നടത്താൻ കണ്ടിട്ട് അത്ര നോർമലായ മട്ടില്ലല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് രാവിലെ ഹൈ പൾസ് റേറ്റ് ആയിരുന്നു, ഹൈ BP ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ റിവേഴ്സാണ്. കാരണം ഞാനവിടെ ചെന്നു, പ്രിലിമിനറി എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് എത്തിച്ചു. സൈക്കാട്രിസ്റ്റ് 2 സെഡേറ്റീവ് ഇഞ്ചക്ഷൻ കൊടുത്തു. അതിൻ്റെ മാർക്കാണ് ആ കണ്ടത്. ഇപ്പോൾ പൾസ് ലേശം കുറവായിരിക്കും, അത് നോർമലാവാൻ ഇത്തിരി ടൈം എടുക്കും. ഇനി വീണ്ടും പഴയ ലെവലിലേക്ക് വരികയാണെന്നിരിക്കട്ടെ, സൈക്കാട്രിസ്റ്റ് ആ മെഡിസിൻ ഒരു ഡസൻ ആംപ്യൂൾ എൻ്റെ അടുത്ത് തന്നു വെച്ചിട്ടുണ്ട്. ഞാൻ ആവശ്യമുള്ളപ്പോഴൊക്കെ ഇഞ്ചക്ഷൻ എടുത്തോളാം. അപ്പോൾ ബ്രാൻസനെ നേരത്തെ നമുക്കറിയാം, സ്ത്രീകളോട് വളരെ ജെന്റിലാണ്. ബ്രാൻസൺ പറഞ്ഞു, ഇനിയൊന്നും അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ബ്രാൻസൺ അവിടെ നടന്നുപോയി. കുറച്ചു നേരം കഴിഞ്ഞു. ഏപ്രിൽ വെനസ്ഡേയുടെ ചുറ്റും കൂടിയിരുന്ന അഭ്യുദയകാംക്ഷികളൊക്കെ ഒഴിഞ്ഞു. ആ സമയത്ത് അതുവരെ അകന്നു വന്നിരുന്ന റഫ്സൻ മെല്ലെ വന്ന് അവളുടെ സീറ്റിൻ്റെ അടുത്തിരുന്നു. അവൾ മുഖമൊക്കെ വീർപ്പിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് റഫ്സൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. അപ്പോൾ റഫ്സൻ ചോദിച്ചു, ഇതെന്തു പറ്റി? അങ്ങോട്ട് പോയ ആളല്ലല്ലോ, ആരെങ്കിലും എന്നെക്കുറിച്ച് എന്തെങ്കിലും അപവാദം പറഞ്ഞുണ്ടാക്കി തന്നാ നിനക്ക്? അപ്പോൾ അവള് അതേ മുഖത്ത്, പിന്നെ ഒരു കൊലയാളിയുടെ അടുത്തല്ലേ ഞാൻ ഇനി കൂട്ടുകൂടാൻ പോണത്. റഫ്സൻ പറഞ്ഞു, അതാണ് കാര്യം. നീ എങ്ങനെ അവരുടെ മീറ്റിംഗ് ഒളിഞ്ഞു നിൽക്കുകയായിരുന്ന? ഒളിഞ്ഞു നിൽക്കൊന്നുമല്ല, എന്നെയും ഡോക്ടറെയും നിങ്ങളുടെ ഹെഡ് പ്രത്യേകം വിളിച്ച് ഇരുത്തിയതാണ്. എൻ്റെ ഹെഡിനും വല്ലപ്പോഴും ഒരു മണ്ടത്തരമൊക്കെ പറ്റും, അതിലൊന്നാണ് നിന്നെ അവിടെ കയറ്റിയിരുത്തിയത്. ഡോക്ടറുടെ സ്റ്റാൻഡ് എന്താ? ഡോക്ടർ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള ഭാവത്തിലാണ് നടക്കുന്നത്. അപ്പോൾ റഫ്സൻ വീണ്ടും പറഞ്ഞു, ആ കാര്യത്തിൽ എൻ്റെ ചീഫിന് തെറ്റിയില്ല, നിന്റെ കാര്യത്തിലാണ് തെറ്റിപ്പോയത്. ശരി, ഒരു കാര്യം നീ മനസ്സിലാക്കുക, ഞാൻ ആവശ്യം വന്നാൽ കൊല്ലും. ആ കൊല്ലുന്നത് ഈ കൊലയാളികൾ മറ്റുള്ള മനുഷ്യരെ കൊല്ലാതിരിക്കാനാണ്, അല്ലാതെ എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി കൊല്ലുകയല്ല. ഞാൻ ഈ നാട്ടിലെ ജനങ്ങളുടെ ടാക്സ് മണി കൊണ്ട് ശമ്പളം വാങ്ങിക്കുന്ന ഒരാളാണ്. ആ ജനങ്ങളോട് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, അത് ഞാൻ നിറവേറ്റും. അതിന് കൊല്ലേണ്ടി വന്നാൽ ഞാൻ കൊല്ലും. ആ സമയത്ത് അവളൊന്നിങ്ങനെ റഫ്സൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ രാവിലെ തൊട്ട് അവളോട് വളരെ ഫ്രീ ആയിട്ടും ജെന്റിലായിട്ടും സംസാരിച്ചിരുന്ന റഫ്സൻ്റെ മുഖം ആ സമയത്ത് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഒരു ക്രൂരമായ ഭാവം, കൊല്ലും എന്ന് പറയുമ്പോൾ. റഫ്സൻ അവിടെ നിന്ന് എണീറ്റു. ശരി, നീ നോർമലാവുമ്പോൾ എൻ്റെ അടുത്തേക്ക് വാ, ഞാനിത് ആ പാലത്തിൻ്റെ കൈവരിയിലിരിക്കുന്നുണ്ട്. ഡോക്ടർ സിഗരറ്റൊക്കെ എടുത്തുകൊണ്ട് റഫ്സൻ്റെ അടുത്തേക്ക് നടന്നു. വീണ്ടും രാവിലത്തെ പോലെ അവരോരോ സിഗരറ്റൊക്കെ കത്തിച്ച ശേഷം അപ്പോൾ ഒന്നും കൈമാറിയില്ല. അടുത്തടുത്തിരുന്ന് സിഗരറ്റ് വിളിച്ചു തുടങ്ങി. അത് കാണുന്നവർക്കൊന്നും ഒരു സംശയമില്ല, 2 സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ അടുത്തിരുന്ന് സ്മോക്ക് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. റഫ്സൻ ചോദിച്ചു, എന്തൊക്കെ മറ്റേ ഈ സാധനങ്ങളൊക്കെ തന്നയച്ചോ ഡോക്ടർ? എല്ലാം തന്നയച്ചിട്ടുണ്ട്. എല്ലാം ആംബുലൻസിൻ്റെ ബാക്കിൽ ജനങ്ങൾക്ക് കാണുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. 2 പേന അവിടെ
എൻ്റെ റൈറ്റിംഗ് പാഡിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. അതായത് ആർക്കും ഇത്രയും ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ ആർക്കും സംശയം തോന്നാനില്ല. ആ സ്പ്രേ റൂം സ്പ്രേ എന്നെഴുതി ആംബുലൻസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആംബുലൻസ് എന്ന് പറയുമ്പോൾ പൊതുവെ ഈ മരുന്നിൻ്റെ മണവും അങ്ങനെയുള്ള സ്മെല്ലുകളുണ്ടാവും. അത് മാറ്റാൻ വേണ്ടിയുള്ള ഒരു സ്പ്രേ എന്നേ കാണുന്നവർ വിചാരിക്കുകയുള്ളൂ. മാത്രമല്ല അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് സാൻഡൽവുഡ്, ചന്ദനത്തിൻ്റെ മണമുള്ള റൂം സ്പ്രേ. ദിവസം പറഞ്ഞു, ഇനി സംശയം തോന്നി ആരെങ്കിലും ഒന്ന് എടുത്ത് മുഖത്തേക്ക് അടിച്ചു നോക്കിയാൽ അവൻ്റെ ശല്യം തീർന്നു കിട്ടി. സയനൈഡ് പിസ്റ്റൾ, അത് എൻ്റെ ഒരു മെഡിക്കൽ കിറ്റിൻ്റെ അകത്ത് ഇതിലുള്ള ഒരു രഹസ്യ അറയിൽ വെച്ചിട്ടുണ്ട്. അത് ആവശ്യമുള്ളപ്പോൾ തുറന്ന് താങ്കൾക്ക് തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ. അത് എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. ദിവസം പറഞ്ഞു, ഞാൻ നേരെ നല്ലപോലെ ഇരുട്ടിയിട്ട് അങ്ങോട്ട് വരാം. തൽക്കാലം ഒരു കാര്യം ചെയ്യണം, തിരിച്ചു പോകുമ്പോൾ ഏപ്രിൽ വെനസ്ഡേയും കൂടി കൂടെ കൂട്ടിക്കോ, ആംബുലൻസിൻ്റെ അകത്ത് എത്തിക്കോ. ഭക്ഷണം വന്ന് സെർവ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ടിന് വന്നാൽ മതി. കാണുന്നവർ വിചാരിച്ചോളും അവളെ ഒരു ചെക്കപ്പിന് കൊണ്ടുപോകണമെന്ന്. എൻ്റെ ഉദ്ദേശം ഇതാണ്, ഭക്ഷണം ഇവിടെ വന്ന് സെർവ് ചെയ്ത് ആരെങ്കിലുമൊക്കെ മയങ്ങി വീഴുന്ന സമയത്ത് ബ്രാൻസൺ എന്തെങ്കിലും സംശയം തോന്നിയാൽ പ്രധാനമായിട്ടും സംശയിക്കുന്നത് നിങ്ങളെയാണ്. കാരണം നിങ്ങൾ രണ്ടുപേരാണ് ഇവിടുന്ന് പുറത്തു പോയിട്ടുള്ളത്, ബാക്കിയുള്ളവർ പുറത്തു പോയിട്ടില്ല. അതുകൊണ്ട് ഭക്ഷണം എല്ലാവരും കഴിച്ചു കഴിയുന്നവരെ നിങ്ങൾ ആംബുലൻസിൽ നിന്ന് പുറത്തു വരരുത്. അദ്ദേഹം വേണ്ടിയിട്ട് ആംബുലൻസിൻ്റെ അടുത്തേക്ക് തന്നെ പോയി മനസ്സിൽ കണക്കിട്ടു, ഭക്ഷണത്തിൻ്റെ വാൻ വരുമ്പോൾ ഏപ്രിൽ വെനസ്ഡേ ആംബുലൻസിലേക്ക് വിളിച്ച് കയറ്റണം. പ്രൊഫസർ അവിടെ നിന്ന് എണീറ്റു നേരെ ബ്രാൻസനെ നോക്കി. ബ്രാൻസൺ അപ്പോഴും ടി വിയിലെ ഷോ കണ്ട് രസിച്ചിരിക്കുകയാണ്. ഉച്ചത്തെ പെർഫോമൻസ് ഇങ്ങനെ വീണ്ടും വീണ്ടും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നോക്കി രസിച്ചിരിക്കുകയാണ് ബ്രാൻസൺ. പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ ഒരു 2-3 സീറ്റ് അപ്പുറത്ത് ഒരു സീറ്റിൽ പോയി ഇങ്ങനെ ഇരുന്നു. ആ ടി വി പ്രോഗ്രാം എൻജോയ് ചെയ്യുന്ന രീതിയിൽ. ബ്രാൻസൺ റോബ്സനെ ഒന്നിങ്ങനെ നോക്കി ചോദിച്ചു, റോബ്സനല്ലേ? റോബ്സൺ പറഞ്ഞതേ. എങ്ങനെയുണ്ട് റോബ്സൺ എൻ്റെ പെർഫോമൻസ്? റോബ്സൺ പറഞ്ഞു, നിർഭാഗ്യകരമെന്ന് പറയട്ടെ, വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ബ്രാൻസൺ ചോദിച്ചു, നിർഭാഗ്യമല്ലോ? പിന്നല്ലാതെ, എൻ്റെ നാട്ടിലെ പ്രസിഡൻറ്റിനെയും നാടിൻ്റെ 2 അതിഥികളെയും ഉന്നതരായ മറ്റു ചില ആൾക്കാരെയൊക്കെ തടവിലാക്കിയ ഈ സംഭവം നിർഭാഗ്യകരം തന്നെയാണ്. ഞാൻ എന്തായാലും ഒരു അമേരിക്കക്കാരനാണ്, എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ, താങ്കളുടെ പ്ലാനിങ്ങും ഓർഗനൈസേഷനും എക്സിക്യൂഷനും അത് 3 ഞാൻ സമ്മതിച്ചു. ബ്രാൻസൺ ഒന്നിങ്ങനെ ഇങ്ങളിഞ്ഞിരുന്നു. ആയിരിക്കട്ടെ, ഉച്ചയ്ക്ക് വാനിഫാന് തോന്നി അതേ സംശയം ബ്രാൻസനും തോന്നുകയാണ്. ഈ ക്യാമറ കൊള്ളാമല്ലോ, ഞാനതൊന്ന് നോക്കിക്കോട്ടെ. ഇതൊരു പ്രത്യേകതരം ക്യാമറയാണ്. താങ്കൾ ഒരു 4 മണിക്കൂർ വൈകിപ്പോയി. അതെന്താ 4 മണിക്കൂർ? 4 മണിക്കൂർ മുമ്പ് ഉച്ച സമയത്ത് വാനിഫാൻ ഇതൊക്കെ ചെക്ക് ചെയ്തതാണ്. നോക്കണമെങ്കിൽ നോക്കിക്കോ എന്ന് പറഞ്ഞ റഫ്സാൻ ക്യാമറ നീട്ടി. അപ്പോൾ ബ്രാൻസൺ പറഞ്ഞേ വേണ്ട. കുറച്ച് നേരം അവിടെ ഇരുന്ന ശേഷം ബ്രാൻസൺ എണീറ്റ് ചുറ്റും ഒന്ന് അവലോകനം ചെയ്യാനായിട്ട് നടന്നു. ഇതിനിടയിൽ റഫ്സാൻ മറ്റൊരു കാര്യം ചെയ്തിരിക്കുന്നു. നമ്മുടെ ക്രൈസ്ലർ ഇലക്ട്രോണിക് മീഡിയ എക്സ്പെർട്ട്, അയാൾ ഇടയ്ക്കിടയ്ക്ക് ആ ബ്രാൻസൻ്റെ ബസ്സിൻ്റെ അകത്ത് കയറുന്നുണ്ട്, പിന്നെ ഇറങ്ങി മെഷീൻ കണ്ണും പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഒരു തവണ അയാൾ ആ ബസ്സിൻ്റെ അകത്ത് കയറിയ സമയത്ത് റഫ്സാൻ ക്യാമറയായിട്ട് അയാൾ നിന്നിരുന്നു. പ്ലീസ് എന്ന് പറഞ്ഞ് അയാളുടെ ഒരു 2-3 ഫോട്ടോ എടുത്തു. അപ്പോൾ ക്രൈസ്ലർ ചോദിച്ചു, ഇതെന്താ എൻ്റെ ഫോട്ടോ എടുക്കുന്നത്? ബാക്കിയെല്ലാം അടുത്ത് തീർന്നു. ബസ്സുകൾ, ബ്രാൻസൺ, ഹെലികോപ്റ്റർ, പാലം ഇതൊക്കെ അടുത്തടുത്ത് മതിയായി, ഇനി പുതുതായിട്ട് എന്തെങ്കിലും എനിക്ക് വേണം. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇനി ബ്രാൻസൻ്റെ ആൾക്കാരുടെയൊക്കെ ഫോട്ടോ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. താങ്കളുടെ അടുത്ത് നിന്ന് തുടങ്ങി. ക്രൈസ്ലർക്ക് വലിയ സന്തോഷമായി. അയാൾ ചിരിച്ചോണ്ടൊക്കെ പോസ്റ്റ് ചെയ്ത് കൊടുത്തു. റഫ്സാൻ വീണ്ടും 2-3 ഫോട്ടോ എടുത്തു. ആ രീതിയിൽ ആ പാലത്തിലൂടെ നടന്ന് അവിടെ ബ്രാൻസൻ്റെ അനുയായികളായിട്ട് മെഷീൻ കണ്ണുമൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോ റഫ്സാൻ എടുത്തു. ആർക്കും ഒരു സംശയവും തോന്നിയില്ല. എല്ലാവരും വളരെ ചിരിച്ചുകൊണ്ടൊക്കെ പോസ്റ്റ് ചെയ്ത് കൊടുത്തു. വീണ്ടും അദ്ദേഹം പഴയ സീറ്റിൽ പോയിരുന്നു. അപ്പോഴേക്കും ബ്രാൻസൺ പിന്നെ അവിടെ വന്നിരുന്നു. ബ്രാൻസൺ പിന്നെ ചോദിച്ചു, താങ്കൾ ഏത് ഏജൻസിയുടെ ആളാണ്? റഫ്സാൻ പറഞ്ഞു, എപ്പോൾ ഫ്രീലാൻസറാണ്, പക്ഷേ ലണ്ടൻ ടൈംസിലാണ് എൻ്റെ കോൺട്രാക്റ്റ്.
അവരുടെ അക്രഡിറ്റേഷൻ ബാഡ്ജും ഉണ്ട്. ലണ്ടൻ ടൈംസ്. താങ്കൾ അമേരിക്കക്കാരനാണെന്ന് പറഞ്ഞിട്ടെന്താ ഈ ലണ്ടനിലെ പത്രത്തിൽ? ആൻസർ പറഞ്ഞു, ന്യൂസിന് എന്തെങ്കിലും രാജ്യാർത്ഥ്യമുണ്ടോ? ഞാൻ അവരുടെ ഇൻ്റർനാഷണൽ മീഡിയ കവറേജ് ചെയ്യുന്ന ആളാണ്. ആക്ച്വലി ഇതിലെ പോകുന്ന സമയത്ത് അവരെന്നോട് ആവശ്യപ്പെട്ടു ഈ പ്രസിഡൻഷ്യൽ ടൂർ ഒന്ന് കവർ ചെയ്യണമെന്ന്. അങ്ങനെ ഞാനിതിൽ ഈ വണ്ടിയിൽ കയറിയതാണ്. ആക്ച്വലി ഞാൻ ചൈനയ്ക്ക് പോവുകയാണ്. നാളെ അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എനിക്ക് കവർ ചെയ്യാനുണ്ട്. നാളെയോ? നാളെ കവർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി തന്നെ സ്റ്റാർട്ട് ചെയ്യണ്ടേ? റോസം പറഞ്ഞു, ചൈന ക്യാൻ വെയിറ്റ്. മാൻസൺ ഒന്നിങ്ങനെ നോക്കി. താങ്കൾ ചൈനീസ് പ്രസിഡൻറ്റിനെ കിഡ്നാപ്പ് ചെയ്യുന്നത് വരെ ചൈനയേക്കാൾ ഇമ്പോർട്ടൻ്റ് എനിക്കിതാണ്. ബ്രാൻസൺ ഒന്ന് ചിരിച്ചു. റഫ്സൻ അവിടെ നിന്ന് നടന്നു. റഫ്സൻ വീണ്ടും ആ പാലത്തിൻ്റെ കൈവരിയിൽ പോയിരുന്ന് ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മറ്റൊരു രംഗം കാണുകയാണ്. ബസ്സിൻ്റെ അകത്തിരുന്നിരുന്ന ജനറൽ കാട്ട്ലാൻഡ്, അതായത് നമ്മുടെ US മിലിറ്ററി ചീഫ്, അദ്ദേഹം ഒരു ഈവനിങ് വാക്ക് എന്നുള്ള നിലയ്ക്ക് ആ പാലത്തിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ആ ബ്രാൻസൻ്റെ ബോർഡർ ലൈനിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം റഫ്സൻ അത് നോക്കിയിരുന്നു. എന്നിട്ട് അദ്ദേഹം ക്യാമറ എടുത്തുകൊണ്ട് മെല്ലെ എണീറ്റു. മിലിറ്ററി ചീഫിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറ ഫോക്കസ് ചെയ്തപ്പോൾ മിലിറ്ററി ചീഫ് ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഫോട്ടോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഉടനെ റഫ്സൻ പറഞ്ഞു, മിസ്റ്റർ കാട്ട്ലാൻഡ്. പെട്ടെന്ന് മിലിറ്ററി ചീഫ് ഒന്ന് ഞെട്ടിത്തെറിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചൊരു ആൾ സംസാരിക്കുക. അങ്ങനെ സാധാരണ ചെയ്യുന്നത് ഈ പ്രസിഡൻറ്റിനെയും വൈസ് പ്രസിഡൻറ്റിനെയും അതുപോലെ നമ്മുടെ CIA FBI ഒക്കെ ചീഫ്, അങ്ങനെയുള്ള ആൾക്കാരെ അദ്ദേഹത്തിൻ്റെ പേര് വിളിക്കാറുള്ളൂ. അപ്പോഴാണ് ഇവിടെ ആൾ മിസ്റ്റർ കാട്ട്ലാൻഡ് എന്ന് വിളിക്കുന്നത്. അദ്ദേഹം ഒന്ന് സൂക്ഷിച്ചു നോക്കി. നിങ്ങളാരാ? ഞാൻ റഫ്സൻ. പെട്ടെന്ന് കാട്ട്ലാൻഡിൻ്റെ കണ്ണുകൾ ഇങ്ങനെ അത്ഭുതം കൊണ്ട് വികസിക്കുകയാണ്. പോൾ റഫ്സൻ? അതെ. ജെയിംസ് എന്നോട് പലപ്പോഴും പറയാറുണ്ട് നിങ്ങളെക്കുറിച്ച്. റഫ്സൻ പറഞ്ഞു, എൻ്റെ ചീഫിൻ്റെ ഫസ്റ്റ് നെയിം അറിയാവുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് താങ്കൾ, അല്ലേ? എല്ലാവർക്കും അയാൾ ഹാഗൻ ബാക്ക് എന്ന് മാത്രമേ അറിയപ്പെടുന്നുള്ളൂ. അങ്ങനെ അവരവിടെ കുറച്ച് നേരം സംസാരിച്ചു. ആ സമയത്ത് റഫ്സൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങളെ ബസ്സിൻ്റെ അകത്തുനിന്ന് ബ്രാൻസൻ്റെ ബസ്സിലേക്ക് ഒരു വയർലെസ് ബഗ് വെച്ച് നിങ്ങളുടെ സംസാരം മുഴുവൻ ടാപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളിനി അതിൻ്റെ അകത്തിരുന്ന് കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കരുത്. എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആരോട് സംസാരിക്കണോ അവരെ ഇതുപോലെ വിളിച്ചിറക്കുക, ഒരു ഈവനിങ് ബാക്ക് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അതിനിടയിൽ സംസാരിക്കുക. മിലിറ്ററി ചീഫ് ഞെട്ടി. ഇതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? ഞാനിവിടെ ഇത്രയും നേരത്തെ ഇങ്ങനെ പല കാര്യങ്ങളും വാച്ച് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. വേറൊരു കാര്യം ചോദിക്കട്ടെ, താങ്കളുടെ അടുത്തൊരു പിസ്റ്റളില്ലേ? അതൊക്കെ നേരത്തെ അവന്മാർ വാങ്ങിച്ചു, രാവിലെ തന്നെ എൻ്റെ ഇന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. ഞാനൊരു കാര്യം ചെയ്യാം, കുറച്ച് കഴിഞ്ഞ് താങ്കൾക്ക് ഒരു പിസ്റ്റൾ തരാം. അത് പഴയ പിസ്റ്റളിൻ്റെ കവറിൻ്റെ അകത്ത് വെച്ചാൽ ഇനിയിപ്പോൾ ആരും സംശയിക്കാനില്ല. ആ പിസ്റ്റൾ എടുത്തുകൊണ്ട് പോയതുകൊണ്ട് ഇനി ആരും സംശയിക്കില്ല. പിന്നെ ഇപ്പം ഞാൻ തരുന്ന പിസ്റ്റളിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താ? അത് സൈലൻ്റാണ്. സയനൈഡ് ടിപ്പ്ഡ് നീഡിൽസാണ്.